ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഉള്ളി അരച്ചിട്ട് മുട്ട കൊണ്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു വറുവൽ ഉണ്ടാക്കാം. അത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 150 ഗ്രാം ചെറിയുള്ളി, ഒരു കൊട വെളുത്തുള്ളി, പിന്നെ ഒരു നെല്ലിക്ക അളവോളം ഒരു ചെറിയ കഷ്ണം പുളിയുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു ജാറിലേക്ക് ഈ ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളിയും പിന്നെ ഈ പുളിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാക്കാം. ഇത് കണ്ട ഇങ്ങനെ അരയണം. നമ്മൾ അരച്ച് വെച്ചത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 4 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചട്ടി അടുപ്പത്തേക്കാം. ചട്ടി നല്ല ചൂടായി. നമുക്കതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായ ഇനി നമുക്കൊരു 4 കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കാം. 1 2. ഇനി നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് കഷ്ണം കഷ്ണം പോലെ ആക്കിയെടുക്കണം കേട്ടോ. എന്നാൽ വലിയ കഷ്ണമാവാൻ പാടില്ല, വല്ലാതെ ചെറിയ കഷ്ണമാവാൻ പാടില്ല. ഇനി നമുക്കിതിലൊരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. മുട്ട കഷ്ണമായി വന്നു. വലിയ കഷ്ണമാവാൻ പാടില്ല, ഒരു മീഡിയം സൈസിലെ ചെറിയ കഷ്ണങ്ങളെ ആവാൻ പാടുള്ളൂ. അപ്പോഴേ അത് നമ്മൾ ഇടുന്ന മസാലയൊക്കെ അതിൽ പിടിക്കുള്ളൂ. നമുക്കിനി ഇതൊരു പാത്രത്തിൽ കോരിയെടുക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ആ മസാലകൾ നല്ലപോലെ ഉണ്ടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കണേ. ഇനി എണ്ണ ചൂടായ നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആവണം. ഇനി പച്ചമണമൊക്കെ ഒന്ന് പോട്ടിട്ടോ. ഇപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലൊരു 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതൊന്ന് ചോറ്റിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അതിൽ മസാല തോനുണ്ട്. ഇനി നമുക്കിതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ ലേശം ഉപ്പിടാം. കോഴിമുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ പാകം നോക്കിയിട്ട് വേണം മസാലയിൽ ഉപ്പിടാൻ. ഞാൻ അരയ്ക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല. ഇനി ഇതിന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക്
തീ കത്തിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിൽ പച്ചമണം പോവുക പറഞ്ഞാൽ മെയിനായിട്ട് പോവേണ്ടത് വെളുത്തുള്ളിയുടെ പച്ചമണമാണ് കേട്ടോ. അതിപ്പോൾ പോയി. മസാല നന്നായിട്ട് തിളച്ച ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് വറ്റിച്ചിഞ്ഞെടുക്കാം. ഇതിനിപ്പോൾ ഇതായി വരുന്നുണ്ടേ. നമുക്കിനി ഇതിലൊരു സാധനം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ സാധനം എന്നറിയോ? ഈ കരിവേപ്പില തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ആയി കഴിഞ്ഞിട്ടാണ് കരിവേപ്പില ഇടുന്നത്. അപ്പോഴാണ് കരിവേപ്പിലയുടെ മണം നല്ലതുപോലെ ഉണ്ടാവുക. എണ്ണയിൽ പൊട്ടിപ്പോയാൽ കരിവേപ്പിലയുടെ മണമൊക്കെ പോവില്ലേ? ഇതങ്ങനെയല്ല, ഇതിപ്പോൾ നല്ല മണമുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ആയി. നമ്മുടെ ഉള്ളി മുട്ട വറവൽ റെഡിയായ നമുക്കിനി ഇതിനി ഇറക്കി വെക്കാം. നമ്മുടെ ഉള്ളി മുട്ട വറവൽ റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലതാണ്. ചപ്പാത്തി, ദോശ എന്തിൽ വേണമെങ്കിലും വെച്ച് കഴിക്കാം. ചോറിലും കഴിക്കാൻ പറ്റും. അതൊരു പുളിയും ഒരു മുട്ടയുടെ ടേസ്റ്റും വെളുത്തുള്ളിയുടെ ടേസ്റ്റുമായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണിത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.